ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവരും എന്നാ പറയുന്നു? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു? റാഹത്താണോ? കമൻറ്റ് ചെയ്യാട്ടോ. അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് മറ്റേ ജുനൈദ് മരിച്ചില്ലേ ഇപ്പം ഇടയ്ക്ക് വെച്ചിട്ട്, അയാളെ ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 6 ദിവസമൊക്കെ ആവും ആ വോയിസ് പുറത്ത് വന്നിട്ട്. പക്ഷെ ഞാൻ ഇന്നാണ് കാണുന്നത്. അതിൽ ആ പെൺകുട്ടി പറയുന്നത് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഫോണിൽ വിളിച്ചപ്പോൾ സംസാരിച്ച കാര്യങ്ങളാണ് അതിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ അയാൾ അതിൽ നന്നായിട്ട് കരഞ്ഞിട്ടൊക്കെ പറയുന്നത്. അപ്പോൾ അയാൾ അത്രത്തോളം മാനസിക ഇത് അനുഭവിച്ചിട്ടുണ്ടാവണമല്ലോ. അതായിരിക്കാം മദ്യപിച്ചിട്ടൊക്കെ ഇങ്ങനെ ഈ റമളാൻ മാസത്തിൽ മദ്യപിച്ചിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ അദ്ദേഹം അത്രത്തോളം മാനസിക ഇതായിട്ടുണ്ട്. അല്ലാണ്ട് ഒരിക്കലും അയാൾ അങ്ങനെ ചെയ്യത്തില്ല. ഉംറയും കാര്യങ്ങളൊക്കെ ചെയ്തൊരു വ്യക്തിയല്ലേ. സത്യം പറഞ്ഞാൽ ഈ ജുനൈദ് എന്ന് പറയുന്ന ആൾ മാരീഡ് ആണോ എന്നൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ കുറേ പിക്കിൽ ഒരു കുട്ടിയുടെ ഇതൊക്കെ ഉണ്ട്, അതായത് ഇൻസ്റ്റയിൽ വീഡിയോസിൽ. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അയാൾ മാരീഡ് ആണ്, ഒരു കുട്ടിയുണ്ട് എന്ന് അറിഞ്ഞു. പിന്നെ വേറൊരു ചാനൽ കണ്ടു അയാൾ ഡിവോഴ്സ് ആണെന്നൊക്കെ. ഇപ്പോൾ പിന്നെ അറിയുന്നതിൽ പറയുന്നത് ഒരു പെൺകുട്ടിയായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു. അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനത്തെ ഇത് കേസായിട്ട് പോയത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കല്യാണത്തിനൊക്കെ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് വരുമ്പോഴാണ് ഈ അപകടം നടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇയാൾ മരിക്കുന്നതിൻ്റെ അന്ന് ഇൻസ്റ്റയിൽ ഒരു പിക്ക് കണ്ടു. ഏതോ ഒരാൾ സ്റ്റാറ്റസ് വെച്ചിരുന്നത്, അതായത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടതാ. പെട്ടെന്ന് അത് ആരാ എന്നൊന്നും നോക്കാൻ പറ്റിയില്ല. അത് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. ഈ പിക്ക് ആ പെൺകുട്ടിയാണോ സ്റ്റാറ്റസ് വെച്ചതെന്നും അറിയത്തില്ല കേട്ടോ. എന്തായാലും ഒരു ജീവൻ പൊലിഞ്ഞു. അയാൾ നന്നായിട്ട് മാനസിക പീഡനം, അതായത് മാനസികമായിട്ട് ബുദ്ധിമുട്ടിയെന്ന് തോന്നുന്നുണ്ട്. ആ വോയിസിൽ കരഞ്ഞിട്ടൊക്കെ പറയുമ്പോൾ അത്രത്തോളം ഒരാൾ തകർന്നിട്ടുണ്ടാവാം. അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ. മരണത്തിൻ്റെ പിന്നിൽ എന്താണെന്നൊന്നും അറിയത്തില്ല. മദ്യപിച്ചു എന്നൊരു കാരണത്താൽ ആ കേസിനെ തള്ളി ഇതാക്കി കളയുമ്പോൾ, അപ്പോൾ അയാളെ ഭാഗത്താണ് തെറ്റ്. അയാൾ മദ്യപിച്ച് വണ്ടി ഓടിച്ചു എന്നൊരു പേരിൽ ആണ് ചിലപ്പോൾ ആ കേസ് എഴുതി തള്ളുന്നത്. അതിന് ബാക്കിലുള്ള കാര്യങ്ങൾ, എന്തിന് മദ്യപിച്ചു, ഒരാൾ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരാൾ ഒരിക്കലും ചിലപ്പോൾ ഒരിതിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യും. അല്ലാണ്ട് ഇങ്ങനെ റമളാൻ മാസത്തിലൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഉംറയൊക്കെ ചെയ്തൊരു വ്യക്തി. ഈ വോയിസ് പുറത്തു കൊണ്ടുവന്ന വ്യക്തി, എനിക്ക് തോന്നുന്നു അന്ന് നിങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു എങ്കിൽ അന്ന് തന്നെ ഈ സംഭവം, ഇയാൾക്ക് യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കൊണ്ടുവരേണ്ടതായിരുന്നു. അല്ലെങ്കിൽ ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഒരുപാട് യൂട്യൂബേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, ആരും ഒന്നും ചെയ്തില്ലാന്ന്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് കൊടുത്താൽ അവർ അതിൻ്റേതായ രീതിയിൽ കൈകാര്യം ചെയ്യും. സത്യങ്ങൾ എന്തായാലും പുറത്ത് വരണം. ചുമ്മാ വെറുതെ ഒരാൾ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പാടില്ല. ചിലപ്പോൾ ഇയാൾ ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ, അങ്ങനത്തെ ഒരു ടെൻഷനിൽ നിൽക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു റിലേഷനൊക്കെ ആയിരിക്കാം. പക്ഷെ ആ പെൺകുട്ടി അത് മുതലെടുത്തിട്ട് ഇയാൾ ചാറ്റ് ചെയ്തതും എല്ലാം വെച്ച് സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്ത് വെച്ചിട്ട്, അപ്പോൾ ആ പെൺകുട്ടി ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും പിന്നീട് ഇയാളെന്നെ കെട്ടൂല എന്നാറ്റം പറഞ്ഞാൽ ഇയാളെ കൊടുക്കാനുള്ളൊരു വഴി എന്നുള്ള രീതിയിലായിരിക്കും ആ പെൺകുട്ടി വെച്ചിട്ടുണ്ടാകുന്നത്. ഇദ്ദേഹം അപ്പോഴും പറയുന്നുണ്ട്, ഞാൻ അവളെ സ്നേഹിച്ചതല്ലേ, അവൾ എന്നോട് ഇങ്ങനെ കാട്ടിയാലും ഞാൻ അവളെ സ്നേഹിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് വാവിട്ട് കരയായിരുന്നു. ഞാനെങ്കിലും വിശ്വസിക്കണം, നാളെ ഒരു സമയം ഞാൻ ഇല്ലെങ്കിൽ നീ ഇത് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞതിൻ്റെ പേരിലാണ്. ഇവൻ എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഇടയ്ക്ക് വന്നിട്ട് ഹായ് ഹലോ പറഞ്ഞ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ ഒരു നല്ലൊരു സൗഹൃദം. എന്നാലും ഒരു വർഷത്തോളമായിട്ട് ഈ പുള്ളിയൊരു പെണ്ണുമായിട്ട് സ്നേഹത്തിലായിരുന്നു. പക്ഷേ അതൊരു വല്ലാത്തൊരു ട്രാജഡിയിലേക്കാണ് പോയതെന്ന് ഒരിക്കൽ പോലും അറിഞ്ഞില്ല. ഒരുപാട് മാനസിക സമ്മർദ്ദത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്നെ ഒരു വട്ടം വിളിച്ചിട്ട്, ഞാൻ വളരെയധികം പ്രശ്നത്തിലാണ്, എന്നെ ട്രാപ്പിലകപ്പെടുത്തി, എനിക്ക് ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് കരഞ്ഞിട്ട്
ഒരുപാട് കരഞ്ഞ് ജീവിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, നീ ഒരു കാര്യം കുറച്ച് യൂട്യൂബേഴ്സിനോട് കാര്യം പറയും. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ കുറേ പേരോട് പറഞ്ഞ് ആരും അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല, പിന്നെ പെണ്ണുങ്ങൾ പറയണതല്ലേ വലുത്, എന്നെ ആരും വിശ്വസിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളിക്ക് വേണ്ടിയിട്ട് 1-2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇനി എന്താ സത്യം എന്ന് അറിയത്തില്ല, നീ വെറുതെ ഇതാക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ നോക്കി നിറയെ ബാഡ് കമൻറ്റ് കാരണം പുള്ളിക്ക് ജോലി സ്ഥലത്ത് നിൽക്കാൻ പറ്റത്തില്ല, നാട്ടിൽ അപവാദങ്ങളും വല്ലാണ്ട് ക്രൂശിക്കപ്പെട്ട് ഒടുവിൽ ഈ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഈ പെണ്ണ് ഒരുപാട് കള്ളം പറഞ്ഞിട്ട് പുള്ളീൻ്റെ ലൈഫിൽ കയറി വന്നതാണ്. ശരിക്കും സത്യമാണെന്ന് അറിഞ്ഞപ്പോൾ പുള്ളിക്ക് ശരിക്കും ഷോക്കായി. അതിന് റിക്കവർ ആകാൻ വേണ്ടിയുള്ള ടൈം പോലും പുള്ളിക്ക് കിട്ടിയിരുന്നില്ല. അതിൻ്റെ ഇടയിൽ പെണ്ണ് വന്നിട്ട് കേസ് കൊടുത്ത് കള്ളക്കേസ് കൊടുക്കി ആകെ ടോട്ടലി എല്ലാ രീതിയിലും പുള്ളി തകർന്നിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് എന്നോട് ഇക്കാര്യം പറഞ്ഞിട്ട് വിളിക്കുന്നത്. ആ ഒരു ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു, എനിക്ക് ജീവിക്കേണ്ട, മരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് ആരെങ്കിലും പുള്ളിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞതുപോലെ ഒരുപാട് പേരോട് പുള്ളി പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം പുള്ളി ടോർച്ചറിങ് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. എടാ ഇയാളെ സമാധാനിക്ക്, ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. എന്റെ പൊന്നടാ നീന്ന് സമാധാനിക്ക്. ആരും ഇല്ലെന്ന് തോന്നുന്നത്, നമുക്കൊരു വിഷമം വരുമ്പോ ആരും ഇല്ലെന്നൊക്കെ തോന്നും. പിന്നെ വേറൊരു കാര്യം, അത് സത്യമാണ്. ഒന്നാമത്തെ കാര്യം നമുക്ക് ആരും ഇല്ല നമ്മൾ വിശ്വസിക്കാൻ നിൽക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പൊ നാളെ മരിച്ചുപോയ നമ്മള് കബറിൽ ഒറ്റയ്ക്കല്ലേ, ജനിച്ചതും ഒറ്റയ്ക്കല്ലേ, അപ്പൊ ജീവിക്കുന്നതും എല്ലാരും കൂടെ വേണം നിർബന്ധിച്ച് വെക്കാൻ പറ്റത്തില്ല. പറഞ്ഞത് അറം പറ്റിയിരുന്ന പോലെ ഇന്നാണ് ആ കേസിൽ അകപ്പെടുത്തിയ പെൺകുട്ടിയുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ നിക്കാഹിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് തിരികെ വരുന്ന വഴിയാണ് നിയന്ത്രണം വിട്ടിട്ട് വണ്ടി മൺകൂണിയിലേക്ക് പാഞ്ഞ് കയറിയിട്ട് ആക്സിഡൻ്റ് ഉണ്ടാവുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കേണ്ട സമയത്ത് നമ്മൾ കേൾക്കാൻ സന്നദ്ധരായിരുന്നെങ്കിൽ എന്നൊരു, പക്ഷേ അയാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളെ ഒന്ന് കേൾക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു, പക്ഷേ ഈ ഒരു ദുർവിധി അദ്ദേഹത്തിന് ഉണ്ടാവുമായിരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിൻ്റെ പിറകിൽ മാനസികമായ ഒരുപാട് സമ്മർദ്ദം ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാരണം തന്നെയാണ് ഇദ്ദേഹത്തിന് ഈ ഒരു ദുർവിധി വന്നതെന്ന് തന്നെയാണ് എൻ്റെ 100% എനിക്ക് ഉറപ്പുള്ള കാര്യം. അയാൾ അങ്ങനെ ഒരു കേസിൽ പെട്ടപ്പോൾ നല്ല കമൻസുകളും കാര്യങ്ങളൊക്കെ മോശമായിട്ടുള്ള കമൻസുകളൊക്കെ ഇങ്ങനെ വന്നു. പിന്നെ അയാൾ മരിച്ചപ്പോൾ പൊറുക്കലിനെ തേടിയിട്ടൊക്കെ ഒരുപാട് കമൻസുകൾ അങ്ങനെ വന്നു. അയാൾ മദ്യപിച്ചാണ് വണ്ടി ഓട്ടിച്ചതെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ അതെല്ലാം മാറി മറിഞ്ഞു. കമൻറ്റുകൾ ഇടുന്ന ഓരോ വ്യക്തികൾ കമൻ്റ് ഇടുന്നതിൻ്റെ രീതിയാണ് ഞാൻ ഈ പറയുന്നത്. അയാളൊരു കേസിൽ പ്രതിയാണെന്ന് അറിഞ്ഞപ്പോൾ ആ ഒരു മൂമെൻ്റ് വെച്ചിട്ടായിരുന്നു കമൻസ് അത്രയും. അയാൾ മരിച്ചു എന്നറിഞ്ഞപ്പോൾ പിന്നെ ഉടനെ മാറ്റിപ്പിടിച്ചു, സഹതാപം വന്നു. പിന്നെ അടുത്ത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇങ്ങനെ വന്നപ്പോൾ വീണ്ടും തിരിഞ്ഞു. അവൻ മദ്യപിച്ചിട്ടല്ലേ, അവൻ അങ്ങനെ ചെയ്തിട്ടല്ലേ, റമളാൻ മാസത്തിൽ മദ്യപിച്ചിട്ടല്ലേ. ഒരു മനുഷ്യൻ്റെ മനസ്സ് മനസ്സിലാക്കുക ഫസ്റ്റ്, മനുഷ്യനാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.